അഭിനയം പോലെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് അംഗീകരിക്കേണ്ട ഒരു ജോലി തന്നെയാണ് ഡബ്ബിങ്. മലയാളത്തിലെ ഒരുപാട് സൂപ്പർ താരങ്ങൾക്ക് 100 പരം സിനിമകൾക്ക് ഡബ് ചെയ്ത ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. നടൻ ശങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മലയാളത്തിലെ ഒരു കാലത്തെ റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു. ഇന്ന് അദ്ദേഹം വല്ലപ്പോഴും സിനിമകൾ അഭിനയിക്കുന്നുണ്ടെങ്കിലും 80s, പ്രത്യേകിച്ച് 80s ഒരു തുടക്കം ഒരു ശങ്കറിൻ്റെ കാലം തന്നെയായിരുന്നു. മഞ്ഞി വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന ആ ഒരു സിനിമ, നമ്മൾ അതിനെക്കുറിച്ച് വേറെ എപ്പിസോഡ്സൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അതിൽ ശങ്കർ എന്ന് പറയുന്ന നടൻ തമിഴിൽ ഓൾറെഡി താരമായിട്ട് മലയാളത്തിൽ വന്ന കഥയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഞ്ഞി വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്നൊരു സിനിമ നമ്മളിന്ന് കാണുമ്പോൾ ആ ഒരൊറ്റ സിനിമയിൽ ശങ്കർ ഓൺ വോയിസിലാണ് ഡബ് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് കാലം നമ്മൾ ശങ്കറിൻ്റെ വോയിസ് അല്ല, അത് വേറൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ആ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ പേരാണ് ചന്ദ്രമോഹൻ. നിങ്ങൾ കുറേ പേരൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാകും. കാരണം കുറേ കാലം അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അറിയില്ലായിരുന്നു. പിന്നീട് സോഷ്യൽ മീഡിയയൊക്കെ വന്ന ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂസും അദ്ദേഹത്തിൻ്റെ കുറിച്ച് പല ആർട്ടിക്കിൾസൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനൊരു വ്യക്തിയുള്ളത് പ്രത്യേകിച്ച് പുതിയ തലമുറ അറിയാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ വായിച്ചു. അതെനിക്കൊണ്ട് ഒരു 5 വർഷം മുമ്പത്തെയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ഭാര്യയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്പിളി, അവരും ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു. അതിനുശേഷം മക്കളൊക്കെ വലുതായി, അദ്ദേഹത്തിൻ്റെ ട്രിവാൻഡ്രത്താണ് വീട്. പക്ഷേ ഭാര്യയുടെ മരണത്തിന് ശേഷം ഒറ്റപ്പെട്ട് അദ്ദേഹം ഗാന്ധി ഭവനിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അദ്ദേഹം വളരെ ഹാപ്പിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരൊക്കെ ഒരുപാട് പേര് അവിടെ ഉള്ളതുകൊണ്ട് അവിടെ ഒരു പഞ്ചായത്തുണ്ട്, അവിടെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്ന രീതിയിൽ, അതായത് ഈ സിനിമ നിന്നൊക്കെ മാറി ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അദ്ദേഹം അതിൽ ഹാപ്പിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാനിങ്ങനെ പല ആർട്ടിക്കിൾസൊക്കെ വായിച്ചപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നിയത്, എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നി, ശങ്കറിന് മാത്രം അദ്ദേഹം 178 സിനിമകൾക്ക് ഡബ് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു അത് വേറൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, അതുപോലെ ഒരൊറ്റ നടന് തമിഴിൽ നമുക്കറിയാം, മോഹൻ എന്ന് പറയുന്ന നടൻ ഇതേപോലെ തന്നെ മറ്റൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി. നമ്മുടെ നടൻ വിജയുടെ അമ്മാവനോ എന്തോ ആണ് അദ്ദേഹം. ഒരുപാട് സിനിമകൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് ഈ മോഹൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ശങ്കർ. മലയാളത്തിൽ 2080s റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് മഞ്ഞി വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്നൊരു സിനിമയ്ക്ക്, അതിന് മുമ്പ് അദ്ദേഹം കമലഹാസന് ഒരു സിനിമയ്ക്ക്, വിശേഷിയുടെ ഒരു സിനിമയ്ക്ക് ആദ്യമായിട്ട് ഡബ് ചെയ്തത്. അദ്ദേഹം മറ്റൊരു ജോലിയൊക്കെ ആയിട്ട് മദ്രാസിൽ വന്ന് എഡിറ്റർ ശങ്കുണ്ണി എന്ന് പറയുന്ന വളരെ സീനിയർ ആയിരുന്ന എഡിറ്റർ, അദ്ദേഹം വഴിയാണ് ഡബ്ബിംഗ് മേഖലയിലോട്ട് വരുന്നതും. അങ്ങനെയാണ് ചെറിയ രീതിയിലൊക്കെ ഡബ് ചെയ്ത് തുടങ്ങി. കമലഹാസന് ഒരു സിനിമയിലെ വിശേഷിയുടെ ഒരു സിനിമയ്ക്ക് ഡബ് ചെയ്തു. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടി തുടങ്ങി. അങ്ങനെ ഡബ്ബിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനായി തന്നെ അദ്ദേഹം എടുത്തു. അപ്പോൾ മഞ്ഞി വിരിഞ്ഞ പൂക്കൾ എന്നൊരു സിനിമയ്ക്ക് ഫാസിൽ ഇതേപോലെ തന്നെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ചന്ദ്രമോഹനെ വിളിച്ചു. ശങ്കറിൻ്റെ വോയിസ് ഒന്ന് ടെസ്റ്റ് ചെയ്തു, ഓക്കെ ആയിരിക്കുന്നു. അപ്പോൾ ഡബ്ബിങ്ങിന് വേറൊരു ദിവസം വിളിക്കാം എന്ന രീതിയിൽ വിളിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് അന്ന് മറ്റെന്തോ ഒരു ഗൾഫിലോ വേറെ ഏതൊരു വിദേശ രാജ്യത്ത് യേശുദാസിൻ്റെ ഒരു ഗാനമേളയോ കച്ചേരിയോ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം, ഇദ്ദേഹം അതിൻ്റെ ഒരു കോർഡിനേറ്റർ ആയിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ അദ്ദേഹത്തിന് അന്ന് പോകേണ്ടി വന്നുകൊണ്ട് ഈ മഞ്ഞി വിരിഞ്ഞ പൂക്കൾ ഡബ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ മഞ്ഞി വിരിഞ്ഞ പൂക്കളുടെ റിലീസും കാര്യങ്ങളൊക്കെ ഫിക്സ് ആയിട്ടാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്യാൻ വന്നു. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള ഡബ്ബിങ് ചെയ്യേണ്ട ദിവസം അദ്ദേഹത്തിന് വരാൻ പറ്റാത്തതുകൊണ്ട് ശങ്കർ തന്നെയാണ് ഡബ് ചെയ്തത്. അങ്ങനെയാണ് ആ ഒരു സിനിമ ശങ്കറിൻ്റെ വോയിസിൽ. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ശങ്കറിൻ്റെ എല്ലാ സിനിമകൾക്കും ഇദ്ദേഹം തന്നെയാണ് ഡബ് ചെയ്തത്. അപ്പോൾ രസകരമായിട്ട് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അന്ന് ഇത് ശങ്കറിൻ്റെ ഓൺ വോയിസ് അല്ല എന്നുള്ളതൊന്നും പ്രേക്ഷകർക്ക് അറിയില്ല. പ്രത്യേകിച്ച് എത്രയോ കാലം സോഷ്യൽ മീഡിയയൊക്കെ വരുന്നത് വരെ പലവർക്കും അറിയില്ലായിരുന്നു. എല്ലാവരും ശങ്കറിൻ്റെ ഓൺ വോയിസ് ആണെന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം അത് കഴിഞ്ഞ് ശങ്കർ പിന്നീട് അഭിനയത്തിൽ നിന്ന് മാറി പിന്നെ തിരിച്ച് ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ അഭിമന്യു പോലത്തെ സിനിമ കിഴക്കുണരും പക്ഷിയിലൊക്കെ വന്നു. എന്നെനിക്ക് കിഴക്കുണരും പക്ഷിയിൽ അതിൻ്റെ സംവിധായകനായ വേണുനാഗവള്ളി തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അഭിമന്യു എനിക്ക് ഓർമ്മയില്ല. പിന്നെ സുഗമോ ദേവി എനിക്ക് തോന്നുന്നു ശങ്കറിനെ തന്നെ പലവരും ഡബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം തന്നെയാണ് പ്രധാനമായിട്ടും ഡബ് ചെയ്തിരിക്കുന്നത്. സുഗമോ ദേവി എനിക്ക് തോന്നുന്നു വേണുനാഗവള്ളി തന്നെയാണോ ശങ്കറിനെ ഡബ് ചെയ്ത് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും ചന്ദ്രമോഹൻ പറഞ്ഞ 178 സിനിമകൾക്ക് ശങ്കറിനെ ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ കാലം കഴിഞ്ഞ് 2000 ശേഷം ശങ്കർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഓൺ വോയിസ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ ശങ്കറിൻ്റെ ഓൺ വോയിസ് തന്നെയാണ് കൂടുതലും നമ്മൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുന്നത്. ഇത് മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം ഇദ്ദേഹം പറഞ്ഞത്, ശങ്കറും ഇദ്ദേഹം വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇവർ ഒരുമിച്ചൊക്കെ തന്നെ അന്ന് ഒരുപാടൊക്കെ സഞ്ചരിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു ഹോട്ടൽ റൂമിൽ ഇവർ ഒരുമിച്ചിരിക്കുമ്പോൾ ശങ്കർ കിടന്നുറങ്ങുമ്പോൾ ഒരു ഫോൺ കോൾ അവിടെ വന്നപ്പോൾ ആ ലാൻഡ് നമ്പറിൽ ശങ്കർ പോയി ഫോൺ എടുത്തു. അപ്പോൾ വിളിക്കുന്ന ഏതോ ആരാധകനോ ആരോ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു ശങ്കറിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശങ്കറാണെന്ന് പറഞ്ഞപ്പോൾ അല്ലല്ല, ശങ്കറിൻ്റെ ശബ്ദം കേട്ട് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് ചന്ദ്രമോഹന് ഫോൺ കൊടുത്ത് ചന്ദ്രമോഹനെ സംസാരിച്ചപ്പോഴാണ് അത് ശങ്കർ എന്ന് ഇവർക്ക് വിശ്വാസം വന്നത്. അതായത് തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രേക്ഷകർക്ക് ചന്ദ്രമോഹൻ്റെ ശബ്ദമാണ് ശങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം വേറെ ഒരുപാട് പേർക്ക്, സുരേഷ് ഗോപിക്ക്
ന്യൂഡൽഹി എന്ന് പറയുന്ന ഒരു സിനിമ വരെ, അതിനുശേഷം എനിക്ക് തോന്നുന്നു ന്യൂഡൽഹിയൊക്കെ കഴിഞ്ഞ് 20-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴാണ് സുരേഷ് ഗോപി സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്ത് തുടങ്ങിയത്. അതുവരെ സുരേഷ് ഗോപിക്ക് ഡബ് ചെയ്തത് ചന്ദ്രമോഹനായിരുന്നു. റഹ്മാൻ പ്രധാനമായിട്ടും കൃഷ്ണേന്ദ്രനാണ് റഹ്മാൻ ഡബ് ചെയ്തിരുന്നത്. പക്ഷേ റഹ്മാനും കുറച്ച് സിനിമകൾക്ക് ഇദ്ദേഹം ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ രാജ്കുമാർ എന്ന് പറയുന്ന നടന്, അതുപോലെ തന്നെ ചിരഞ്ജീവിയുടെ ഡബ്ബിങ് സിനിമകൾ മലയാളത്തിലോട്ട് ഡബ് ചെയ്തിരുന്നപ്പോഴൊക്കെ ഇദ്ദേഹമാണ് ഡബ് ചെയ്തിരിക്കുന്നത്. നടൻ രവീന്ദ്രനെ കുറച്ച് സിനിമകളൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു, എനിക്കത് ഒന്നുകൂടി ഒന്ന് നോക്കണം, വിക്രമിന് ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ സിനിമ, എനിക്കൊന്ന് ധ്രുവം എന്ന് പറഞ്ഞ സിനിമയിൽ വേറെ ഏതൊരു ആർട്ടിസ്റ്റാണ്, ഇന്ദ്രപ്രസ്ഥത്തിൽ വിക്രത്തിന് ഡബ് ചെയ്തിരിക്കുന്നത് ചന്ദ്രമോഹനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ ഇന്ദ്രപ്രസ്ഥം സിനിമ ചില സീൻസ് എടുത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വോയിസ് അങ്ങനെ, ശങ്കറിൻ്റെ ഈ വോയിസ് ആയിട്ട് ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടൈറ്റിൽ എടുത്ത് നോക്കിയപ്പോഴും അതിൽ ഇദ്ദേഹത്തിൻ്റെ പേര് കണ്ടു. അതിൽ കുറേ ഡബിങ് ആർട്ടിസ്റ്റുകളുണ്ട്. അതിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ ആ സിമ്രാൻ്റെ കാമുകനായിട്ട് അഭിനയിച്ച മരിച്ചുപോകുന്ന കഥാപാത്രമായിട്ട് ആ വ്യക്തിക്ക് കൃഷ്ണേന്ദ്രനാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണേന്ദ്രൻ്റെയും ചന്ദ്രമോഹൻ്റെയൊക്കെ പേര് ടൈറ്റിൽ കണ്ടു. അപ്പോൾ എനിക്കൊന്നും ചന്ദ്രമോഹൻ തന്നെയായിരിക്കും വിക്രമിന് ഡബ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പേർക്ക് ഡബ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അത് എത്രയോ പേർക്ക് അറിയാം എന്നുള്ളതാണ് അദ്ദേഹത്തെ. നമുക്കറിയാം ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് പണം കിട്ടുന്നു, അവർ ജോലി ചെയ്യുന്നു. പക്ഷേ ഒരു സിനിമയുടെ ഒരു നായകൻ്റെ വിജയത്തിനൊരു പങ്ക് ഡബ്ബിങ് ആർട്ടിസ്റ്റിനും ഉണ്ട്. അത് നായകനായും നായികയായാലും. പിന്നെ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരു മെജോറിറ്റി സ്വന്തം വോയിസിലാണ്, പ്രത്യേകിച്ച് നായികമാരൊക്കെ ഒരുവിധം എല്ലാവരും അവരുടെ സ്വന്തം വോയിസ് തന്നെ ഡബ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യലക്ഷ്മിയൊക്കെ പറയാറുണ്ട്, ഇനി അങ്ങോട്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്കൊന്നും സിനിമയിൽ വലിയ പ്രസക്തി ഇല്ല. കാരണം ഓൺ വോയിസ് തന്നെയാണ് ആർട്ടിസ്റ്റുകളൊക്കെ ഡബ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞ ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പം എനിക്ക് അറിയാവുന്ന ശങ്കർ മുതൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ വിക്രം വരെയുള്ള നടന്മാർക്ക് അദ്ദേഹം ഡബ് ചെയ്തതാണ് എൻ്റെ ഒരു അറിവ്. അതിനപ്പുറത്തോട്ടുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് നമുക്ക് കമൻറ്റ് ചെയ്യാം.